യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സൗഖ്യം പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ വചനം കേട്ട് നമുക്ക് യേശുവിനെ ആരാധിക്കാം. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ 1 മുതൽ തിരുവചനങ്ങൾ. സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിൽ അകപ്പെട്ടാൽ ആത്മീയരായി നിങ്ങൾ സൗമ്യതയോടെ അവരെ വീണ്ടെടുക്കുവിൻ. ആത്മീയ ജീവിതം നയിക്കുന്ന, ആധ്യാത്മീയ ജീവിതത്തിൽ ആയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ആത്മീയ മനുഷ്യൻ പാപകരമായ ജീവിതത്തിൽ ഉൾപ്പെട്ടവരെ ആ തെറ്റിൽ നിന്ന് രക്ഷിക്കാനായിട്ട് പരിശ്രമിക്കണം. അതായത് ആത്മീയ മനുഷ്യൻ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് നിർബന്ധമാണ്. മധ്യസ്ഥം വഹിക്കണം. അതുകൂടാതെ തെറ്റിൽ അകപ്പെട്ടവരെ കൈപിടിച്ച് ഉയർത്തുവാൻ, തെറ്റിനെ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തെറ്റിൻ്റെ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വമുണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുക. അപ്പോൾ ആധ്യാത്മിക ജീവിതം നയിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപകരമായ ജീവിതം നയിക്കുന്നവരെ ഓർത്ത് നെടുവീർപ്പിടുകയും കരയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. നമുക്കറിയാം, ലോകം മുഴുവൻ വലിയ തിന്മയിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ എവിടേക്കെയോ കുറേ നല്ല മനുഷ്യർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകത്തിൽ എവിടേക്കെയോ കുറേ നല്ല മനുഷ്യർ പരിത്യാഗ പ്രവർത്തികൾ ചെയ്ത് സഹനങ്ങൾ ഏറ്റെടുത്ത് ക്രിസ്തുവിനെ കുരിശ് വഹിച്ചുകൊണ്ട് അവൻ്റെ കൂടെ ജീവിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ മേൽ വലിയ ശിക്ഷാവിധികൾ കടന്നു വരാതിരിക്കുന്നത്. ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തികളും, ധാരാളം പേരുണ്ട് നന്നായിട്ട് ജീവിക്കുന്നവർ. അവർ നിരന്തരമായിട്ട് പാപികളായ മനുഷ്യരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കുവാനും കരയുവാനും നിലവിളിക്കുവാനും കുറേ മനുഷ്യർ തീരുമാനമെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഈ ലോകത്തെ രക്ഷയിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആ പാപത്തിൻ്റെ അടിമത്വത്തിൽ, ആസക്തികളുടെ അടിമത്വത്തിൽ, സാത്താൻ്റെ ബന്ധനത്തിനായിരിക്കുന്ന മനുഷ്യമക്കളെ അതിൽ നിന്ന് വിടുവിക്കുവാൻ, അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ, സാത്താൻ്റെ കെണിയിൽ നിന്ന് വിമോചിപ്പിക്കുവാനായിട്ട് ഓരോ ആത്മീയ മനുഷ്യനും പ്രാർത്ഥിക്കുന്ന മനുഷ്യനും സാധിക്കണം. അപ്പോസ്തലനായ പൗലോസ് ശക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഇത് ചെയ്യണം. നിങ്ങളും പ്രലോഭിതർ ആകാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുവൻ. അതായത് പാപികളെ രക്ഷിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചിട്ട് ആത്മീയ മനുഷ്യൻ പാപത്തിൽ വീഴുവാനായിട്ട് പാടില്ല. അത് പ്രലോഭനങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. 40
ദിനരാത്രങ്ങൾ ഉപവസിച്ച യേശുവിൻ്റെ അടുക്കലേക്ക് പ്രലോഭകൻ പിശാച് വന്ന് യേശുവിന് പ്രലോഭനം കൊടുക്കുന്നുണ്ട്. അവൾ മനുഷ്യരായ നമുക്ക് പ്രലോഭനങ്ങളുണ്ടാകും. ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം, ദൈവത്തോട് ചേർന്നിരിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുക, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി സംഭരിക്കുക. ഇതല്ലാതെ പാപകരമായ മാർഗത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ മറ്റു വഴികൾ ഒന്നും തന്നെയില്ല. അതുപോലെ തന്നെ ഉപവസിക്കുവാനും വചനം വായിക്കുവാനും നല്ലത് ചിന്തിക്കുവാനും നല്ലത് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് കഴിയണം. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും നിരന്തരമായിട്ട് പരിശ്രമിക്കണം. അത് പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാനായിട്ട് സൂക്ഷിക്കാനാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകും. ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കണം. വചനം പറയുന്നുണ്ട്, നിന്റെ കണ്ണ് നിനക്ക് പ്രലോഭന ഹേതുവാകുന്നെങ്കിൽ കണ്ണ് ചുഴന്നെടുത്ത് കളയുക. നിന്റെ കരങ്ങൾ നിനക്ക് പ്രലോഭനത്തിന് കാരണമെങ്കിൽ കരങ്ങൾ വെട്ടിമുറിച്ച് കളയുക. കാലുകൾ പ്രലോഭനത്തിലേക്ക് നയിക്കുന്നെങ്കിൽ കാല് മുറിച്ച് കളയുക. കാലും കൈകളൊന്നും ഇല്ലാത്തതിനായി നിത്യജീവിതത്തിൽ പ്രവേശിക്കുന്നതാണ് നല്ലതെന്ന് വചനം പറയുന്നുണ്ട്. ഈ ചെറിയവരിൽ ഒരാൾക്ക് ഉതപ്പ് ഉണ്ടാക്കുന്നവൻ്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴങ്ങളിലേക്ക് വിടുവാനായിട്ട് വചനം പറയുന്നുണ്ട്, യേശു പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് പ്രലോഭനങ്ങൾ കൊടുക്കാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, ഇന്ന് സമൂഹ മാധ്യമങ്ങൾ, മീഡിയകൾ, സിനിമകൾ, ടെലിവിഷന്, എവിടെ എന്തിലേക്ക് നോക്കിയാലും മനുഷ്യനെ പ്രലോഭനത്തിലേക്ക് വീഴ്ത്തുന്ന വിധത്തിലുള്ള തിന്മയുടെ സ്വാധീനം നിറഞ്ഞു നിൽക്കുന്ന അശുദ്ധിയുടെ കാഴ്ചകൾ ധാരാളമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അനേകം യുവാക്കന്മാർ ഈ അശുദ്ധിയുടെ കാഴ്ചകൾ കണ്ട് ഹൃദയം അശുദ്ധമാക്കി, മനസ്സ് അശുദ്ധമാക്കി, ശരീരം അശുദ്ധമാക്കി, ആ നൈർമല്യമൊക്കെ നഷ്ടപ്പെട്ട് ആസക്തിയുടെയും അശുദ്ധിയുടെയും ബന്ധനത്തിൽ കഴിയുകയാണ്. അത് നമ്മൾ ഈ മീഡിയയിലൂടെ യുവാക്കന്മാരും മുതിർന്നവരും ഒക്കെ പാപത്തിൻ്റെ ആസക്തിയുടെ അടിമത്വത്തിൽ സാത്താൻ്റെ ബന്ധനത്തിൽ കഴിയുകയാണ്. അവരെയും അതിൽ നിന്ന് മോചിപ്പിക്കേണ്ടിയിരിക്കുന്നു. വലിയ ഒരു ജാഗ്രത നമ്മൾ പുലർത്തിയെങ്കിൽ മാത്രമേ പാപത്തിൻ്റെ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഒരു വിശുദ്ധമായ ജീവിതം നമുക്ക് നയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ്, പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്നുണ്ട്. നീ നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നുവെങ്കിൽ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. കാരണം നിന്നെ വീഴ്ത്തുവാൻ അലറുന്ന സിംഹത്തെ പോലെ പാഞ്ഞു നടക്കുന്ന പിശാചുക്കളുണ്ട്. നീ ആത്മീയ മനുഷ്യനാണോ? ആണെങ്കിൽ നിന്നെ തകർക്കുവാനായിട്ട് പൈശാചിക ശക്തികൾ എങ്ങനെ പാഞ്ഞു നടക്കുകയാണ്. പാപത്തിൻ്റെ പ്രലോഭനങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി തന്നുകൊണ്ട് നിന്റെ ആത്മീയ ജീവിതത്തെ തകർത്ത് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനായിട്ട് പിശാച് നിരന്തരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രലോഭനത്തിൽ വീഴാതിരിക്കുവാനായിട്ട് നമ്മൾ സൂക്ഷിക്കണം. പ്രലോഭന ഹേതുവാകുന്നവന് ഹാകഷ്ടം. നമ്മൾ മൂലം മറ്റുള്ളവർക്ക് പ്രലോഭനങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലാത്യ 6:2-3 വചനങ്ങൾ പറയുകയാണ്, ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ. ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, എല്ലാവർക്കും ഭാരമുണ്ട്, ജീവിത ഭാരങ്ങളുണ്ട്, കഷ്ടപ്പാടുകളും കടബാധ്യതകളും രോഗങ്ങളും മാനസിക ഞെരുക്കങ്ങളും വിഷമങ്ങളും ഒക്കെയുണ്ട്. നിന്റെ ജീവിത ഭാരങ്ങൾ നീ വഹിക്കണം. നിന്നെ താങ്ങുവാനായിട്ട് കർത്താവ് കൂടെയുണ്ട്. ഒരനർത്ഥങ്ങളിലും വീഴാതെ കർത്താവ് നിന്നെ പരിപാലിക്കും. അത്ഭുതകരമായ ദൈവീക കൈത്താങ്ങ് നിനക്കുണ്ടാകും. നീ ഭാരത്തോടുകൂടി ഇടറി വീഴാതെ നിന്നെ താങ്ങുവാനായിട്ട് യേശു കൂടെയുണ്ട്. സ്വർഗം മുഴുവൻ
ദൈവ മനുഷ്യനായ നിന്നെ താങ്ങുവാനായിട്ട് കൂടെയുണ്ട്. ദൈവത്തോടു കൂടെ ആയിരിക്കുന്നവരെ തകർന്നു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. ഇവിടെ വചനം പറയുകയാണ്, ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം പൂർത്തിയാക്കുവിൻ. ആ ഭാരങ്ങൾ നമ്മൾ വഹിക്കണം. അതുമാത്രമല്ല, മറ്റുള്ളവരുടെ ഭാരങ്ങളിൽ നമ്മൾ താങ്ങായിട്ട് മാറണം. അതാണ് സഹോദര സ്നേഹമെന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായം 34-ാമത്തെ തിരുവചനം, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ പുതിയ ഒരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. യേശു എങ്ങനെ സ്നേഹിച്ചത്? യേശുവിൻ്റെ സ്നേഹം തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടുള്ള സ്നേഹമായിരുന്നു. മാനവരാശിക്ക് വേണ്ടി തൻ്റെ ശരീരവും രക്തവും ജീവനും എല്ലാം സമർപ്പിച്ചു. തന്നെ തന്നെ സമർപ്പിക്കുന്ന സ്നേഹം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. പരസ്പരം ഭാരങ്ങൾ വഹിക്കണം. പരസ്പരം ഭാരങ്ങൾ വഹിക്കണമെങ്കിൽ നീ പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലേ സാധിക്കൂ. പരസ്പര സ്നേഹത്തിൽ നമ്മൾ വളർന്നുവെങ്കിലേ മറ്റൊരു വ്യക്തിയുടെ ഭാരത്തിൽ അനുകമ്പ തോന്നി, അല്ലെങ്കിൽ അതിൽ നമുക്കൊരു ഹൃദയഭാരം തോന്നി ആ വ്യക്തിയെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. പരസ്പരം സ്നേഹിക്കുക. ആദ്യം പരസ്പരം സ്നേഹിച്ചു തുടങ്ങുക. നമ്മളെ വേദനിപ്പിച്ചവർക്കൊക്കെ മാപ്പ് കൊടുക്കുക. നമ്മളെ ദ്രോഹിച്ചവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കിയവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ സ്നേഹത്തിൻ്റെ ബലിയായിട്ട് തീരുമ്പോൾ, സ്നേഹം കൊണ്ട് നിറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ഭാരങ്ങൾ വഹിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ക്രിസ്തു ശിഷ്യൻ്റെ രൂപവും ഭാവവും മുഖമുദ്രയും എന്ന് പറയുന്നത് സ്നേഹമാണ്. ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഉടമയായിരിക്കണം. തന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു ശൈലി ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇവിടെ യേശു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഭാരം വഹിക്കണം. നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങൾ വഹിച്ചേ മതിയാവത്തുള്ളൂ. പക്ഷേ നിന്നെ താങ്ങുവാൻ യേശു കൂടെ ഉണ്ടാകും. നിന്റെ പ്രിയപ്പെട്ടവരുടെ, നിന്റെ സ്നേഹിതരുടെ, സുഹൃത്തുക്കളൊക്കെ ഭാരപ്പെടുന്നത് കാണുമ്പോൾ ഒരു കൈത്താങ്ങാകുവാൻ, അവരെ ഒന്ന് ബലപ്പെടുത്തുവാൻ നിന്റെ വാക്കും നിന്റെ ചെയ്തികളും നിന്റെ പ്രവൃത്തികളുമൊക്കെ കാരണമായിട്ട് മാറണം. അവിടെയാണ് സ്നേഹം നമ്മിൽ നിന്ന് വെളിപ്പെടുന്നത്. എങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം, ജീവനുള്ള വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഗലാത്യ 6:3 പറയുകയാണ്, ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു. ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു. ഇതിനാണ് അഹങ്കാരം, അഹന്ത, ഞാനെന്ന ഭാവം എന്ന് പറയുന്നത്. ചില വ്യക്തികളെ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നും. ഒരുപക്ഷെ അനുഭവങ്ങൾ നമുക്ക് കാണും. ആധ്യാത്മിക ജീവിതം നയിക്കുന്നു എന്ന് വിചാരിക്കുന്ന ചിലരെ കണ്ടാൽ തന്നെ നമുക്ക് തോന്നും. അവർ വിചാരിക്കുന്നു അവരെന്തൊക്കെയാണെന്ന് ഭാവിക്കുക. വചനം എന്താ പറയുന്നത്? എല്ലാം ദൈവത്തിൻ്റെ ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നിന്റെ കഴിവ്, നിന്റെ സമ്പത്ത്, നിന്റെ നേട്ടങ്ങൾ, നിനക്കുള്ളതെല്ലാം എന്തൊക്കെയുണ്ടോ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നിന്റെ മേൽ ആത്മീയ കൃപാവരങ്ങൾ കർത്താവ് നിറച്ചിട്ടുണ്ടോ?
അത് ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനമാണ്. നിന്നെ കൃപ കൊണ്ട് കർത്താവ് നിറച്ചോ, അത് സൗജന്യമായിട്ടാ കർത്താവ് നിറച്ചിരിക്കുന്നത്. പൗലോസിനോട് പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ കൃപ മതി. ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത്. ഞാൻ എന്തോ ആണെന്ന് ഭാവിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു. ഇത് അഹങ്കാരത്തിൻ്റെ ഒരു ഭാവ. ഞാൻ എന്തോ ആണ്, ഒന്നും അല്ല. നീ ഒന്നുമല്ല. വചനം പറയുന്നു, നീ ഒന്നുമല്ല, പക്ഷേ നീ എന്തോ ആണെന്ന് ഭാവിക്കുക. ഇത് ഹൃദയത്തിലുള്ള അഹങ്കാരമാണ്. ആത്മീയ മനുഷ്യനാണോ? ഹൃദയത്തിലുള്ള ആത്മീയ അഹങ്കാരമാണ്. എളിമയില്ലാത്ത എത്രയോ വ്യക്തികളുണ്ട്. ആധ്യാത്മിക ജീവിതത്തിൽ എന്തൊക്കെയോ ആണെന്ന് ഭാവിക്കുന്നവർ, കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങളെ കൈപിടിച്ചു നടത്തിയവരെ, തങ്ങൾക്ക് വേദി തന്നവരെയൊക്കെ അധിക്ഷേപിച്ചും അപമാനിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പലരുടെയും വിചാരം താൻ എന്തോ ഒരു വലിയ സംഭവമാണെന്നാണ്. പക്ഷെ താൻ ഒന്നുമല്ല എന്ന് ആദ്യമേ ഓരോ ആത്മീയ മനുഷ്യനും മനസ്സിലാക്കണം. ദൈവം തന്ന അനുഗ്രഹങ്ങളും ആത്മീയ കൃപകളും വരദാനങ്ങളും ഇത് സൗജന്യമാണ്. നമ്മുടെ മിടുക്കുകൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, നേട്ടങ്ങൾ കൊണ്ടോ, ഇച്ഛാശക്തി കൊണ്ടോ നമ്മൾ വാങ്ങിച്ചെടുത്തതൊന്നുമല്ല. അവൾ എന്തോ ആണെന്ന് നീ ഭാവിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, നീ ഒന്നുമല്ല. നീ എന്തോ ആണെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്, നിന്റെ ഉള്ളിൽ അഹന്തയുണ്ട്, അഹങ്കാരമുണ്ട്, ഞാനെന്ന ഭാവമുണ്ട്, ഈഗോ ഉണ്ട്. അതാണ് ഇതിൻ്റെ കാരണം. അത് നിന്റെ ജീവിതത്തിൽ നിന്റെ അഹന്ത തകർക്കുവാൻ, ഈഗോ തകർക്കുവാനായിട്ട് ഉറപ്പാണ് ശക്തമായ തിരിച്ചടികൾ കർത്താവ് അനുവദിക്കും. ആത്മീയ മനുഷ്യനാണെങ്കിലും ഈ ഭൗതിക ലോകത്തിൻ്റെ മനുഷ്യനാണെങ്കിലും അഹങ്കാരം പെരുത്തു കഴിഞ്ഞാൽ തിരിച്ചടി ഉറപ്പാ. പല ആത്മീയ ജീവിതത്തിലുള്ള വ്യക്തികളും തകർന്ന് ശൂന്യമായി പോയി. അതിൻ്റെ പിന്നിലേക്ക് നോക്കിയാൽ അഹങ്കാരമെന്ന വലിയ ഒരു പാപമുണ്ട്. അഹങ്കാരികളെ ദൈവം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അഹങ്കാരികളോട് ദൈവത്തിന് ഒട്ടും താല്പര്യവുമില്ല. സുഭാഷിതങ്ങൾ 27-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം പറയുന്നു, നാളെയെ ചൊല്ലി അഹങ്കരിക്കേണ്ട, ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ല. ഈ ലോകത്തില് വലിയ സമ്പന്നതയിൽ ജീവിച്ചവർ, കോടാനുകോടി ആസ്തി ഉണ്ടായിരുന്നവരൊക്കെ ദിവസങ്ങൾ കൊണ്ട് തകർന്ന് ഒന്നും അല്ലാതായി തീർന്നവർ, സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടവർ, കുടുംബം നഷ്ടപ്പെട്ടവർ, നേടിയതെല്ലാം വൃഥാവിലായവരൊക്കെ ധാരാളമായിട്ടുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തും ലോകത്തിലേക്ക് കണ്ണുകൾ എത്തി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നാളെ ചൊല്ലി നീ അഹങ്കരിക്കേണ്ട, നാളെ ഒരു ദിവസം കൊണ്ട് എന്തു സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ല. നാളെ നിന്റെ ജീവിതത്തിൽ എന്തു സംഭവിക്കുമെന്ന് നിനക്കറിയത്തില്ല. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നീ നാളെ പുലർകാലം കാണുമെന്ന പുലർ വെളിച്ചം, പുതിയ പുലരി കാണുമെന്ന് ഉറപ്പില്ല. രാത്രിയിൽ ഉറക്കത്തിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ മതി, തീർന്നു. നമ്മുടെ ജീവിതത്തിൽ അഹങ്കരിക്കാനായിട്ട് ഒന്നുമില്ല. എല്ലാവരെയും സ്നേഹിക്കുക, പരസ്പരം ഭാരങ്ങൾ വഹിക്കുക, പാപത്തിൻ്റെ അടിമത്വത്തിലായിരിക്കുന്നവരെ രക്ഷിക്കാനായിട്ട് പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. സുഭാഷിതങ്ങൾ 27-4 ക്രോധം ക്രൂരമാണ്, കോപം അനിയന്ത്രീയമാണ്, എന്നാൽ അസൂയയെ നേരിടാൻ ആർക്കാണ് കഴിയുക? അഹങ്കാരമുള്ള വ്യക്തിയുടെ ഹൃദയത്തിൽ അസൂയയുണ്ടായിരിക്കും. മറ്റുള്ളവരുടെ തകർച്ച ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിലാണ് അസൂയ നിറഞ്ഞു നിൽക്കുന്നത്. മറ്റുള്ളവരുടെ ഉയർച്ച കാണാൻ പറ്റുന്നില്ല, നന്മ കാണാൻ പറ്റുന്നില്ല. ആധ്യാത്മിക രംഗത്ത് ഇതുപോലെ ധാരാളം വ്യക്തികളുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും ഇങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
ആത്മീയ മനുഷ്യനാണെന്ന് ഭാവിക്കുകയും അല്ലെ അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെയൊക്കെ ആണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വേഷം കെട്ടുന്ന ധാരാളം ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുക. ആത്മവഞ്ചകരായിട്ടുള്ള അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വചനം പറയുന്നു, ഗലാത്യ 6:4, എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ, അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവനിൽ തന്നെ ആയിരിക്കും. ഓരോ വ്യക്തിയും അവനവനെ തന്നെ വിശകലനം ചെയ്യട്ടെ. ഓരോ വ്യക്തിയും അവനവനെ തന്നെ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് അവനവൻ്റെ ഹൃദയത്തെ, അവനവൻ്റെ ചെയ്തികളെ പരിശോധിക്കട്ടെ. വചനം പറയുന്നു, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. കർത്താവിൽ അഭിമാനിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി, നമ്മൾ മരിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി. അപ്പം നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തികളും നമുക്കുള്ളതെല്ലാം കർത്താവിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതം കർത്താവിനെ സമർപ്പിക്കണം, കർത്താവിന് വിട്ടുകൊടുക്കണം. ഞാൻ എന്തൊക്കെയോ ആണെന്ന് ഭാവിക്കുന്ന ആത്മീയ വ്യക്തിത്വങ്ങൾ തകർന്ന് തരിപ്പണമാകും ഇന്നല്ലെങ്കിൽ നാളെ. നമുക്ക് ഒരു മാറ്റത്തിന് സമയമായിരിക്കാം. എവിടെയൊക്കെയോ വലിയ ഒരു മാറ്റം സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഹൃദയത്തിൻ്റെ തലങ്ങളിൽ, മനസ്സിൻ്റെ തലങ്ങളിൽ, ചിന്താ കേന്ദ്രങ്ങളിൽ മാറ്റം സംഭവിക്കേണ്ടിയിരിക്കുന്നു. ആധ്യാത്മികതയുടെ മൂടുപടമിട്ടുകൊണ്ട് വഞ്ചന ചെയ്യുന്നവർ തിരുത്തുവാൻ തയ്യാറാകണം. ജീവിതത്തിന് വലിയ ഒരു മാറ്റം വരുത്തുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. സ്നേഹത്തിൻ്റെ മനുഷ്യരായിട്ട് മാറാം. ഹൃദയം നിറയെ ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് നിറയ്ക്കാം. ആ സ്നേഹം കൊണ്ട് നിറഞ്ഞ്, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് കർത്താവിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. കർത്താവേ, ഈ വചനം ശ്രമിച്ചുകൊണ്ടുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ ഒരു അഭിഷേക പകർച്ച ഉണ്ടാവട്ടെ. രോഗങ്ങൾ വിട്ടുമാറട്ടെ, തകർച്ചകൾ മാറിപ്പോവട്ടെ. എല്ലാ ഭാരങ്ങളും കർത്താവേ അങ്ങ് ഏറ്റെടുക്കണമേ. നിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. മോന്റെ പേരെന്താ? ആബേൽ. ആബേൽ. മോന്റെ ഏത് കയ്യാ ഊരിപ്പോന്നേ? വലത്തേ കൈ. ഇവന് ചെറുപ്പത്തിലെ അവൻ ഊഞ്ഞാലുമേന്ന് തൂങ്ങി വീണിട്ട് സംഭവിച്ചു വന്നതാണ്. ചെറുപ്പത്തിലെ കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ കൈകുത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ ഊരിപ്പോയി. എന്നിട്ട് ഇതിക്ക് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം ഊരി പോയിട്ട് ഡോക്ടറെ കണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു MRI സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തിട്ട് അവൻ്റെ പ്രായം അനുസരിച്ച് ചിലപ്പോൾ സ്ക്രൂ ഇടേണ്ടി വരും, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് സഹപ്രദർ, ഞാൻ എൻ്റെ വീട് അങ്കമാലിയാണ്, എൻ്റെ പെങ്ങളുടെ വീടാണ് ഇപ്പോൾ ഇവിടെ ചെറിയ വെല്ലന്തൂരത്ത്. അപ്പോൾ യാദൃശികമായിട്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മ ഇവിടെ വന്നിട്ട് പെങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് നോട്ടീസ് കിട്ടിയത് ബ്രദറിൻ്റെ ഇവിടെ കൺവെൻഷൻ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണയ്ക്ക് മുൻപ് ഇവിടെ വന്ന് ഞങ്ങൾ ഈ കൺവെൻഷന് കൂടുമെന്നും ബ്രദറിനെ കണ്ടിട്ടും കാണണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചു. എന്തായാലും ദൈവം മാറ്റി തന്ന പിന്നെ ഒരിക്കലും. ആമേൻ, ആമേൻ. ഈ അപ്പനും അമ്മയും ഈ മോനെയുമായിട്ട് വലിയ വിശ്വാസത്തിൽ, ആബേലിനെ ആയിട്ട് വലിയ, ഇങ്ങോട്ട് അടുത്ത് നിൽക്കുക, വലിയ വിശ്വാസത്തിലാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പൻ്റെ അമ്മയുടെയും ഹൃദയത്തിൽ ഒത്തിരി സങ്കടമുണ്ടല്ലേ? സങ്കടമുണ്ട്. ഉണ്ടോ? സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയല്ലോ. സങ്കടമുണ്ട്. കാരണം ഈ കുഞ്ഞിൻ്റെ ഈ കൈ ഉരിപ്പോകും. ഇത് ഓപ്പറേഷൻ ചെയ്ത് സ്ക്രൂ ഒക്കെ ഇടണമെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഒന്നും പേടിക്കണമെന്നേ. മോന് വിശ്വാസം ഉണ്ടോ? ഇവിടെ ഈശോ സൗഖ്യം തരുമോ? പറഞ്ഞേ. തരും. ഈശോ എനിക്ക് സൗഖ്യം തരും. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തില് 32-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വചനം പറയുന്നു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? കർത്താവ് ചോദിക്കുക, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, ലാസറിന് ജീവൻ കൊടുത്തവൻ ചോദിക്കുക, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? ഉയർത്തെഴുന്നേറ്റ
യേശുവിന്, നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. പുറപ്പാട് 15:26, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, അവന്റെ മുറിവിൽ സൗഖ്യമുണ്ട്. ആബേൽ, ഈ കുഞ്ഞ് സൗഖ്യം പ്രാപിച്ച് ഈ സ്റ്റേജ് എന്ന് പുറത്തു പോകത്തുള്ളൂ. യേശു സൗഖ്യം തരുമോ? തരും. ഉറപ്പ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഷോൾഡർ ഇനി ഊരിപ്പോവത്തില്ല. വലതുകയുടെ ഷോൾഡർ ഇനി ഊരിപ്പോവത്തില്ല. കൈ പൊക്കിക്കേ, താത്തേ പൊക്കിക്കേ, ഇവിടുന്ന് കറക്കിക്കേ, തിരിച്ചു കറക്കിക്കേ, പൊക്കിക്കേ, വെച്ച് ഊരത്തില്ല യേശുവിന്റെ നാമത്തിൽ. ഒരാളുടെ ഷോൾഡർ ഊരിപ്പോയിക്കൊണ്ടല്ലോ, ഇങ്ങനെ ഇടിച്ച ആ നിമിഷം ഷോൾഡർ ഡിസ്ലൊക്കേഷനാണ്. പക്ഷെ ഈ ആബേലിന്റെ ഈ കൈയുടെ ഷോൾഡർ ഇനി ഊരത്തില്ല. ഇത് യേശു തൊട്ടതാ. കൈയടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. യേശു അവൻ ഇവിടെ ഉണ്ട്. യേശു അവനൊരു ചരിത്ര പുരുഷനല്ല, അവൻ ജീവിക്കുന്ന കർത്താവ്, അവൻ ജീവിക്കുന്ന ദൈവമാ. അവൻ ഇവിടെയുണ്ട്, അവൻ ഇവിടെയുണ്ട്. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. എല്ലാവരും കരമുയർത്തി ഒന്ന് വിളിച്ച യേശുവേ. ഹല്ലേലൂയ. സന്തോഷമായോ മോനെ? സന്തോഷമായോ? ആരാ സൗഖ്യം നൽകിയേ? ഈശോ. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ.